അതെ, കേരളത്തിലെ ആദ്യത്തെ ZMAX പ്ലസ് അതുപോലെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. DRലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. രണ്ട് സൈഡിൽ DRൽ നമുക്ക് കാണാം. ഇത് 2 ലെയർ ആട്ടോ, കണ്ടില്ലേ? എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കോട്ടൂരിന്റെ BS6 വണ്ടി ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും എല്ലാ സംഭവമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല, നന്നായിട്ട് വ്യക്തമാണ്. അതെ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അതെവിടെയെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരടുത്തുള്ള ആനേടി കൈതക്കലാണ് അച്ഛന്മാരെ. ആനേടിയിലുള്ള ലക്ഷ്മി ഓട്ടോമൊബൈൽസ് ആൻഡ് ബോഡി വർക്ക്ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ പുറകിലായിട്ട് കാണാം അഗോറിൻ്റെ ഒരു ഇരട്ടച്ചങ്ങ. നമ്മുടെ കഴിഞ്ഞ ലക്ഷ്മിത്തെ വീഡിയോയിലും ഈ ഒരു വണ്ടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അഗോറിൻ്റെ ഇരട്ടച്ചങ്ങ ഉണ്ട്. തൊട്ടുപുറത്തായിട്ട് ആവിഷ്കാരം എന്നുള്ള പേരിലൊരു വണ്ടിയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഗൗരി നന്ദനത്തിൻ്റെ ഒരു വണ്ടിയുണ്ട്. തൊട്ടപ്പുറത്ത് ക്യാപ്പല്ല ഫ്രണ്ടേജിലുള്ള ഒരു പുത്തൂക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി അവിടെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ആദിത്യ ട്രാവൽസിൻ്റെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇതൊരു ഫിക്സ്ഡ് ക്ലാസ് പ്രീമിയം വണ്ടിയാണ് മച്ചന്മാരെ, നൈറ്റ് സർവീസ് വണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ZED കണ്ടിട്ടുണ്ട്, ZMAX കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വേഗം കണ്ടിട്ടുണ്ട്, Z ഫ്യൂഷൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിട്ട്. ഇനി എന്ത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ റിയൽസ് ചെയ്തിരുന്നു, വർക്കിംഗ് വീഡിയോ ചെയ്തിരുന്നു. അതെ, ഇനി എന്ത് എന്നുള്ളൊരു ഒരു ഹിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ, ZMAX പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ പണിയുടെ അവസാന ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ ക്രൂവും കാര്യങ്ങളും ഒക്കെ. അതെ, അപ്പോൾ കണ്ടില്ലേ ഒരുപാട് വണ്ടികളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാനാണ് നമ്മുടെ വണ്ടി ഉള്ളത് അല്ലേ? അതെ, ഇപ്പോൾ ഏതായാലും ഫ്രണ്ട് ക്ലിയർ ഒക്കെ അടിച്ച് വൃത്തിയായി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നെയാണ് പ്ലാൻ മാറ്റിയത്. അതായത് കളറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി എടുക്കാൻ. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവും ചെയ്തല്ലേ, ഇല്ലെങ്കിൽ ഒരു പക്ഷേ വണ്ടി ലോഞ്ച് ആവേണ്ട ടൈം കഴിഞ്ഞു. അതെ, ഒരാളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അജയ് ഏറ്റുമാനൂർ. ഗ്രാഫിക്സ് അജയ് ഇദ്ദേഹം വന്നുകൊണ്ടാണ് ഇങ്ങനെ താമസം നേരിട്ട് വേദിക്കുന്നു ഞങ്ങൾ മുൻകൂറായിട്ട് ഒരു ജാമ്യം എടുക്കാം. വേറെ കാര്യം കൂടി ഉണ്ട്. ഈ തലേന്നാണ് ആ വണ്ടിയുടെ ഫ്രണ്ടേജ് വന്നിട്ടുള്ളത്. ബോഡി ഡിസൈൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ആർട്ട് ഗ്രാഫിക്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി സെറ്റാണ്. ഇനിയിപ്പോൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടമായിട്ട് വണ്ടി കയറ്റുന്നു, പണിയുന്നു, ഇറക്കുന്നു അല്ലേ? കളർ കോഡിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലേ? നോക്കിയിട്ട് നിയമങ്ങളിൽ ഇത് നോക്കിയിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളെ മഹാദേവിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ അന്ന് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഇദ്ദേഹത്തിനുണ്ട്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വണ്ടി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, കാരണം ഇപ്പോൾ അവസാനഘട്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെഡ്ലൈറ്റ് പോലും ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ വണ്ടി കാണാൻ വേറെ ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് കഴിയുമ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ കൊണ്ടോടിയുടെ ബോഡികൾ ഒരുപാട് വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടല്ലേ. അപ്പോൾ സെറയുടെ വണ്ടി ഇപ്പോൾ കേരളത്തിലെ കൊണ്ടോടിയുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് ബസ് ചെയ്തിട്ടുള്ള ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ബോഡിയും ഡിസൈൻ ചെയ്തിട്ടുള്ള ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കോട്ടൂരിൻ്റെ BS6 വണ്ടി ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും എല്ലാം ഇവിടെയാണ് അല്ലേ? പ്രകാശം നിറങ്ങാൻ പോണ കോട്ടൂരിൻ്റെ അല്ലേ ആ വണ്ടി വരെ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഒരു എപ്പിസോഡിന് വേണ്ടി. അപ്പോൾ അത് താൽക്കാലികമായിട്ട് അവിടെ നിർത്തുകയാണ്. പിന്നെ മച്ചന്മാരെ, നമ്മുടെ ലക്ഷ്മിയിലെ ഈ ഒരു ബൂത്തിനകത്ത് ആൾറെഡി ഒരു വണ്ടി ഉണ്ട്. ഇപ്പോൾ ക്ലിയർ എന്തോ അടിച്ചിട്ട് അവിടെ വണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നമ്മുടെ മെയിൻ, അതായത് നമ്മുടെ ചോയ്സിൻ്റെ സ്വന്തം പോളക്സിൻ്റെ കാര്യമാണ് മച്ചന്മാരെ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ZMAX പ്ലസ് എന്ന പേരിൽ ഇറങ്ങാൻ പോണ വണ്ടി ഏതാന്ന് പറഞ്ഞേ? അതാണ് നമ്മുടെ പോളക്സ്. ജെമിനിയിലെ ജെമിനി എന്ന് പറയുന്ന സൗരയുധത്തിലെ ഏറ്റവും വെട്ടം കൂടിയ നക്ഷത്രം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത് ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം ആ പേര് കണ്ടെത്തിയത് വന്നിട്ടാണ്. അതുകൊണ്ടാണ് മച്ചന്മാരെ ചോയ്സിൻ്റെ സ്വന്തം പോളക്സ് ആണ് മച്ചന്മാരെ. ഇതാ ഈ കാണുന്നത് കണ്ടില്ലേ? ചെക്കൻ്റെ ഇപ്പോൾ ആൾറെഡി പറഞ്ഞു ഹെഡ്ലൈറ്റ് കയറിയിട്ടില്ല. പിന്നെ ഗ്ലാസ്സിലൊക്കെ ആൾറെഡി പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് ഗ്ലാസ്സിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു പ്രോപ്പർ ലുക്ക് ഇപ്പോൾ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ വർക്ക് കഴിയുമ്പോൾ എത്രത്തോളം ചെക്കൻ അടിപൊളിയാവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചറിയില്ല ഇവരെ. അപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഓറഞ്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ബ്ലാക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനൊരു സംഭവമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല, നന്നായിട്ട് വ്യക്തമാണ്. അതെ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോൾ മുകളിൽ ഓറഞ്ച് കാര്യങ്ങളൊക്കെ കയറി, ഫ്രണ്ടിൽ മാത്രമല്ല, അതായത് കൊമ്പിലും ഈ ടോപ്പിലൊക്കെ ഇപ്പോൾ ഓറഞ്ച് ഡിസൈൻ കാര്യങ്ങൾ വന്നു. താഴെയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ബ്ലാക്ക് ഡിസൈൻസ്, ചെറിയ ബ്ലാക്ക് ഡിസൈൻ കാര്യങ്ങൾ, അതിലൊന്നും മാറ്റമില്ല. പക്ഷെ ഇനി ബാക്കിലാണ് നമ്മൾ കൂടുതൽ അമ്പരപ്പിക്കുന്നത്. പക്ഷേ ഈ ഗ്രില്ലിന്റെ പോർഷനിലൊക്കെ അതിൽ പിക്കിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടല്ലേ? ഓക്കെ.
അപ്പോൾ എന്തായാലും ആ ഒരു ഡിസൈനൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഈ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വണ്ടി പ്രോപ്പർ ലുക്കിൽ നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വൈകിയ വേളയിലും ഇവിടെ നിൽക്കുന്നത്. ഏതൊരു വണ്ടി ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പോൾ അച്ഛന്മാരെ ഫോളക്സിൻ്റെ ഫ്രണ്ടേജ് കണ്ടു, ഇനി ബാക്ക് കാണണ്ടേ നിങ്ങളെ? അതെ, ബാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലോസ് വെച്ച് കൊടുത്തി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട പോലെ ഓർമ്മയുണ്ടോ? നമ്മുടെ കാപ്പല്ലയുടെ ടെയിൽ ലൈറ്റ് ആണ്. അതെ, നമ്മുടെ പ്രകാശിൽ നിന്ന് ഇറങ്ങുന്ന പ്രീമിയം വണ്ടികൾക്ക് മാത്രം യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളാണ് കാപ്പല്ല. അതായത് ലൈറ്റുകൾ എന്നല്ല, പൊതുവെ പ്രകാശിന്റെ പ്രീമിയം വണ്ടികൾക്കാണ് പൊതുവെ കാപ്പല്ല ഫ്രണ്ടേജും ബാക്ക് സൈഡും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ടെയിൽ പോർഷൻ ഇത് കാപ്പല്ലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ബാക്ക് പോർഷൻ. അവിടെ താഴത്തെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവിടെ ടൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് നമ്മൾ ZEDന്റെ ഗ്ലാസും ZEDന്റെ ഡിസൈൻ ഒക്കെയാണ് അവിടെ കൊടുത്തത്. അതെ, അത് ഒരു ഓറഞ്ച് കളർ കാര്യങ്ങളൊക്കെ ആണല്ലേ. പിന്നെ മേലെ ആണെങ്കിൽ ഒരു സ്പോയിലർ ലൈൻ പറയാം, സ്പോയിലർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാറിലൊക്കെ ഉള്ള പോലെ തന്നെ. അതൊരു സിൽവർ കളറിലല്ലേ? സിൽവർ കളർ കൊള്ളാട്ടോ സംഭവം. ഈ പേപ്പർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ ആ ഒരു പ്രോപ്പർ ഫിനിഷിങ്ങോട് കൂടി നമുക്കിത് കാണിക്കാൻ പറ്റുള്ളൂ. വെട്ടം വെളിച്ചുള്ള സമയത്ത് എടുത്ത് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ പൊതുവെ വണ്ടിയുടെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് ഈ ഒരു സമയമാകും. അതെങ്ങനെ ഇനിയിപ്പോ എത്ര പണി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. അത് ചെയ്തു വരുമ്പോൾ എങ്ങനെയായാലും ഇട്ടാവും. ഇവിടുത്തെ നല്ല ഞങ്ങൾ എപ്പോഴൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇതാണ് അവസ്ഥ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അജയ് ഏട്ടൻ ഇവിടെ ഉണ്ട്. അജയ് ഏട്ടനോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം എങ്ങനെ ഈ ഒരു ഫ്രണ്ടേജിലേക്ക് എത്തി, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ബോഡി ഇത് ഡിസൈൻ ചെയ്തുള്ള നമുക്ക് അജയ് ഏട്ടനോട് ചോദിക്കാം. അജയേട്ടാ കമാൺ. നമ്മുടെ ചോയ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് ഡിസൈൻ ചെയ്യണം എന്ന രീതിയിൽ വന്നു. എങ്ങനെയാണ് ബോഡി മൊത്തം പുതിയ രീതിക്ക് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള രീതിയിലൊരു ഐഡിയ വന്നു. ഡൗൺ ആക്കാൻ വന്നാൽ ഞാൻ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടൊക്കെ ചെയ്തിടുമല്ലോ, ചെയ്ത് വെച്ചിരുന്നു. ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അച്ഛാ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് നോക്കാൻ പറഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ലക്ഷ്മിയിലെ പുള്ളിയെ വിളിച്ചിട്ട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവിടുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബോഡി ഫ്രണ്ട് ചെയ്യുമെന്ന്. നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അത് സെറ്റായിട്ട് അവർ ചെയ്യുന്നില്ലേ? ഇപ്പം എന്ത് തോന്നുന്നു? ബാക്കി എന്തിങ്ങനെയാന്ന് ചോദിച്ചു. ഇങ്ങനെ ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ആ സ്പോയിലർ പോലെ. സ്പോയിലർ നമുക്ക് മറ്റേ ഈ ബ്രേക്ക് ലൈറ്റിന്റെ കട്ടിങ് ഇല്ലേ, ആ ഒരു ഇതിൽ വലിയ സ്പോയിലറാണ് പറഞ്ഞത്. അതിനകത്ത് ഒരു 10 ലൈറ്റ് അടുപ്പിച്ച് ബ്രേക്ക് ചെയ്തപ്പോൾ കത്തുന്ന രീതിക്കുള്ള അത്രയും പൊക്കം നമുക്ക് ഇതിന് വരുമ്പോഴേ ഇത് മറ്റേ ഏണിയുടെ ഇതൊക്കെ വരുന്നതല്ലേ, ഏണിയൊക്കെ കയറുമ്പോൾ തടസ്സമാവും. അതിന്റെ രീതിക്ക് പറ്റിയ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തു. എല്ലാത്തിനും നമ്മൾ എന്താ പറയാ ഓപ്ഷൻസ് ഉണ്ട്, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, പ്രതിവിധികൾ എന്തും ഇവിടെ എടുക്കൂലേ. ഇപ്പം ക്രാഷ് കാർഡും ഇതെല്ലാം ഇനി പ്രശ്നമായതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത്. ഇപ്പം ക്രാഷ് കാർഡ് ഇല്ലല്ലോ നമുക്ക്. ഇല്ലല്ലോ, പക്ഷെ ഇതിന് ക്രാഷ് കാർഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ എന്താ അപ്പൊ ഒരു നടുവെന്ന് അടിക്ക് നോക്കണ്ട, നടുവെന്ന് മോളിക്ക് ZEDന്റെ ക്ലാസ് അല്ലേ വരുന്നത്, ZEDന്റെ കൊമ്പ് ടോപ്പ് വർഷും കാര്യങ്ങളൊക്കെ ZED തന്നെ. ചെറിയൊരു ഉരുളമയൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. രമേശ് ചേട്ടാ തിരക്കിലാണോ? രമേശ് ചേട്ടാ ഒന്ന് ഇവിടെ വരൂ. രണ്ട് വാക്ക്. അമ്മച്ചമ്മരെ നമ്മുടെ രമേശ് ചേട്ടൻ, അതായത് നമ്മുടെ ലക്ഷ്മി ഓട്ടോമൊബൈൽസിന്റെ ഓണർ ആയിട്ടുള്ള രമേശ് ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രമേശ് ചേട്ടാ ZMAX എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്, അത് നിങ്ങളുടെ സ്വന്തം ഐഡിയ ആണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐഡിയ അല്ല, വേറെ ആളുടെ ഐഡിയ ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നേരിട്ട്? നമ്മൾ ചെയ്തു വരുന്നതനുസരിച്ച് നോക്കി കറക്റ്റ് ചെയ്ത് എടുത്തു. ഒരു ഫോട്ടോ റെഡിയാക്കി തന്ന് അതിനനുസരിച്ച് നമുക്ക് നോക്കി കറക്റ്റ് ചെയ്തൊക്കെ എടുത്ത് അല്ല ഫോണിനകത്ത് വെച്ചുകൊണ്ട് അത് നോക്കി കറക്റ്റ് ചെയ്തെടുത്തു. ഫോട്ടോന്റെ തലത്തിലാണ് ഇതൊക്കെ ചെയ്തെടുത്തത്. ഇതിപ്പോ ZMAXന്റെ അച്ച് വെച്ചിട്ട് ചെയ്തിട്ട് ബാക്കി കസ്റ്റമൈസേഷൻ വേറെ ചെയ്താണോ? അതെ. അല്ല, ഇത് ZMAXന്റെ റെഫറൻസ് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ZMAXന്റെ ആ ഫ്രണ്ട് തന്നെ കയറ്റി വെച്ചിട്ട് അതിനകത്ത് കട്ട് ചെയ്ത് ആൾട്ട് ചെയ്ത്, അതായത് ZMAXന്റെ സ്ട്രക്ചർ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ ഷേപ്പാക്കി എടുത്തു. പണി കുറച്ചുണ്ട്, നല്ല ടൈം എടുത്ത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചൂടെ, അപ്പൊ ഇതിനായിട്ട് ഇനി വേണമെങ്കിൽ ഒരു അച്ച് ഡെവലപ്പ് ചെയ്തൂടെ? ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി റെഡി ആണല്ലേ? ആദ്യം ടൈമൊന്നും വേണ്ടല്ലോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് വണ്ടി നമുക്ക് ഒരു ഫ്രണ്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 വീക്കിനകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ വർക്കുകൾ കൂടുന്നതിനനുസരിച്ച് ടൈം കൂടുതൽ. അപ്പൊ ഓൾറെഡി അച്ചു റെഡി ആയതുകൊണ്ട് ഇനിയിപ്പോ അത് അധികം പണിയുള്ള കേസല്ല, വേറെ ഏതൊരു ഫ്രണ്ടേജ് ചെയ്യുന്ന പോലെ ഇതും ചെയ്യാം. ഫ്രണ്ടും ബാക്കും അല്ലാതെ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ വണ്ടിയിൽ? ഫ്രണ്ടും ബാക്കിന് സൈഡ് ബോഡിയിലൊന്നും ചെയ്തിട്ടില്ല, അത് പഴയ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ പ്ലാൻ ഉണ്ടായിരുന്നു
ടോപ്പിൽ നമ്മളിപ്പോൾ ടോപ്പിൽ ഞാൻ പറയാൻ വരുമായിരുന്നു. ഇപ്പം ടോപ്പ് ലൈറ്റ് ഇനി പറ്റത്തില്ലല്ലോ. അപ്പം അതിന് പകരം ഞാൻ രമേശേട്ടനും കൂടി ഒരു ഐഡിയ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. ടൈം കുറവായി പോയി. പുതിയ കോൺസെപ്റ്റ് അത് തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൽക്കാലം ഇപ്പോൾ ഇതിൽ പ്രാക്ടിക്കൽ ആക്കുന്നില്ലല്ലേ സാറല്ല? പിന്നീട് ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് ഇറക്കാം. ടൈം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു തലയും കൂടി ചേരുമ്പോൾ പലതും ഉണ്ടാവും അല്ലേ? അപ്പം മച്ചവരെ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും. കാരണം ഈ പേപ്പർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അവസാനം കേട്ട കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. വേറെ എന്തൊക്കെ വർക്ക് ബാക്കിയുള്ളത്? ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ. ചെറിയ ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. നാളെ എന്തായാലും ഡെലിവറി കൊടുക്കുന്നു. ഇന്നിപ്പോ എന്തായാലും ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. നാളെ രാവിലെ നമുക്ക് കാലാവസ്ഥ എല്ലാം ഇച്ചിരി പ്രശ്നമായിരുന്നു. പണി മൊത്തം രാത്രിയോടെ തീർക്കും. നാളെ രാവിലെ വെളുപ്പിനെ തന്നെ പൂജ ചെയ്ത് ഇറക്കാനുള്ള ഒരു ഓക്കെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മച്ചന്മാരെ വർക്കെല്ലാം കഴിയട്ടെ. തീർച്ചയായിട്ടും ഇവൻ്റെ ഒരു ഫൈനൽ രൂപം കൂടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ മച്ചന്മാരെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10:55 കേട്ടോ. കണ്ടില്ല, 10:55 അങ്ങനെ ഫൈനലി ചെക്കൻ്റെ വർക്ക് ആൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഫുള്ള് തീർന്നു പറയില്ല, ആൾമോസ്റ്റ് അല്ലേ നീ? അതെ, കേരളത്തിലെ ആദ്യത്തെ ZMAX പ്ലസ് അതുപോലെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം കാത്തിരുന്നതിന് ഫലമുണ്ട്. DRലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. 2 സൈഡിൽ DRL നമുക്ക് കാണാം. ഇത് 2 ലെയറാട്ടോ. കണ്ടില്ലേ, 2 ലെയറായിട്ട് 2 സൈഡിൽ DRL കാര്യങ്ങൾ, പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, ഫോർ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിടാൻ പറഞ്ഞാലേ പോലെ. അതെ, ഇനി പ്രോഗ്രാമിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു എംബ്ലം ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ മിനുക്ക് പണികൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ പരിപാടിയും അവസാനിച്ചിട്ടുണ്ട്. അതെ, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചോയ്സ് എന്നുള്ള ഒരു പേര് ഇപ്പോൾ അടിച്ചിട്ടില്ല. ഇപ്പോൾ പോളക്സ് എന്നുള്ള ഒരു എഡിഷൻ ടൈമും പിന്നെ അതിൻ്റെ ദ ബീറ്റ ജെമിനോറ എന്നുള്ള ഒരു കോട്ടും അതും ക്യാപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ളൂ. പേര് അടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും വേറെ ചില പ്രത്യേകതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അക്ഷയ് ഹോളിഡേസിന്റെ നേതാവ് നേതൃത്വ നിരയിലുള്ള നമ്മുടെ ആദർശേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി. നമ്മൾ വണ്ടിയിൽ സെറ്റ് വർക്കിന്റെ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്തല വെച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പോൾ നെയിം ബോർഡ് കാര്യങ്ങൾ വരാണ്ട്. അപ്പോൾ ആ ഒരു ഫോണ്ട് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു റിസർച്ചിലാണല്ലോ ഇവർ. അതെ, റിസർച്ചിലാണ്. പിന്നെ ചേർത്തലയെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് വീണ്ടും ചേർത്തല കിടന്ന് ഓടാൻ വേണ്ടിയിട്ട് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മളെ അക്ഷയ് ഹോളിഡേസിന്റെ കെയർ ഓഫിൽ. അതെ, പന്തളം ചോയ്സ് നമ്മുടെ അക്ഷയ് ഹോളിഡേസ് ചേർത്തല കൊണ്ടുപോയി ഓടിക്കില്ലേ? അതെ, പന്തളത്ത് ഓട്ടെടുക്കും, ചേർത്തലിന് ഓട്ടെടുക്കും, മാറി മാറി ഇങ്ങനെ കളിക്കട്ടെ. അപ്പോൾ ശമര നമ്മൾ തിരിച്ച് നമ്മുടെ പോളക്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രില്ലിന്റെ പോർഷൻ, ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ, പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു പോർഷൻ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു സ്കേർട്ടിങ് കാര്യങ്ങൾ, ഇവിടെ ആണെങ്കിൽ ഈ ഒരു കർവായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു ZMAX പ്ലസിലൂടെ നമ്മുടെ അജയ് ഏട്ടനും അത് 100% വിജയിച്ചിട്ടുണ്ട്. വണ്ടി ഒറ്റ നോട്ടത്തിൽ അത് ഇഷ്ടപ്പെടും. കാരണം അതൊരു പക്ഷേ ഒരു ZOണിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇത് വേറൊരു രസമാണ് കേട്ടോ. അതെ, പറയാലോ, നല്ല ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് മച്ചന്മാരെ വന്നിട്ടുള്ളത്. ആ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ തന്നെ കണ്ടില്ലേ, ഇവിടെ ഇത് ലോഗോ കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നാളത്തോടു കൂടി ആ ലോഗോ കാര്യങ്ങൾ വരുമായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ആ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ വരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഗ്രില്ലിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഗ്രില്ലിൻ്റെ ഒരു ഇത് വന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു കട്ടിങ് ഇങ്ങനെ ഈ ഒരു പോർഷനിലേക്ക് കയറ്റി കൊടുത്തിരിക്കുകയാണ് മച്ചന്മാരെ. ഇതൊക്കെ ഒരുപാട് അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് പരിപാടിയാണല്ലേ. അതെ, നേരത്തെ പറഞ്ഞ പോലെ രമേശൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ZOണിന്റെ ഫ്രണ്ടേജ് വെച്ചിട്ട് അതിൽ നിന്ന് മാറ്റം വരുത്തി ടൈം എടുത്ത് രൂപീകരിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ്. അതെ, എന്തായാലും ചേട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്മി ബോഡി ബിൽഡേഴ്സും. പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവം നല്ല നൈസായിട്ട് മാത്രമല്ല ഒരു സിൽവർ കളറിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളതും. പിന്നെ ഇവിടെ ഇന്നലെ ആൾറെഡി പറഞ്ഞ ഫോഗ് ലാമ്പ് ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടില്ല. എന്തായാലും വണ്ടി നാളെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതും കൂടെ വെച്ചിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോർഷനിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സിൽവർ കളർ, പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുന്നതോറും ബ്ലാക്ക് ഷെയ്ഡ് കൂടി വരുന്ന രീതിയിലാണ് അവർ കളർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. പിന്നെ ഗ്രില്ലിൻ്റെ ചുറ്റുമാണെങ്കിലും സിൽവർ കളർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെ, സിൽവർ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് മിക്കവാറും ഈ 30 കഴിഞ്ഞാൽ ഈ കളർ കോഡിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ മിക്കവാറും വരയ്ക്കാൻ കയറ്റാനുള്ള പ്ലാൻ ഉണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾറെഡി സജ്ജമാണ്, റെഡിയാണ്. ആ ഒരു കൊമ്പിൻ്റെ മേലൊക്കെ ആയിട്ട് ഒരു ഓറഞ്ച് ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തൊക്കെ നമുക്ക് കാണാം. പിന്നെ ബാക്കിൽ നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ അല്ലേ, കണ്ടതിൽ നിന്ന് വിപരീതമായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. പിന്നെ ക്വാർട്ടർ ക്ലാസ്സിൽ പേര് വരും കേട്ടോ. ക്വാർട്ടർ ക്ലാസ്സിലൊക്കെ പേര് വരാറുണ്ട് നിങ്ങൾ പറഞ്ഞ തന്നെ. പിന്നെ കളർ കോഡിൻ്റെ വിഷയമൊന്നും ഇല്ലെങ്കിൽ ബോഡിയിലും പേര് വരും. കണ്ടില്ലേ, ഫോർ ഇൻഡിക്കേറ്റർ ഒക്കെ ഓണാക്കി വെച്ചിരിക്കുകയാണ്.
സൈഡിലായിട്ട് മിക്കവാറും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ കോൺസ്റ്റലേഷൻ എന്നുള്ള സംഭവമാണ് വരാൻ പോകുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് ആ ഒരു ടെയിൽ പോർഷൻ കേട്ടോ, കണ്ടില്ലേ? ടെയിൽ പോർഷൻ ഇതാണ് നമ്മുടെ ആ ഒരു ക്യാപ്പിലയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്യാപ്പിലയുടെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പേര് ഇവിടെ ബാക്കിൽ പേരടിച്ചിട്ടോ, ചോയ്സ് ടൂർസ് ആൻഡ് പാക്കേജസ് എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പേര് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത് നമ്മുടെ സിഗ്നേച്ചർ ഗ്രാഫിക്സ് ആണല്ലേ, ഷാജൻ ചേട്ടനും ബ്രദറും കൂടെയാണ് വന്ന് അടിച്ചിട്ടുള്ളത്. അവരിപ്പോൾ പോയിട്ടുള്ളൂ അതേപോലെ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും മച്ചന്മാരെ ഈ ഒരു വൈകിയ വേളയിൽ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ ആൾറെഡി 11 മണിയായി. സോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും നോക്കണം, ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പിടിക്കണം അല്ലേ? മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്തായാലും ഫോളോ ചെയ്തേക്കാം. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ് ഫ്രം ലക്ഷ്മി ബോഡി ബിൽഡേഴ്സ്.